കൂടുതൽ വിവാദങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടിയും വെളിപ്പെടുത്തലുകളുമായി വീണ്ടും നമ്മോടൊപ്പം ചേരുന്നത് മുരളിച്ചേട്ടനാണ്. മുരളി ജയൻ. ഞാൻ പറഞ്ഞ നിങ്ങളുടെ വീട്ടിൽ പണ്ട് നിന്ന തങ്കമ്മ അറിയാം. അയ്യോ മോനാണോ ഇത്? മോൻ എന്താ ഞങ്ങളുടെ വീട്ടിലോട്ട് വരാത്തെ? അത് ഞങ്ങളുടെ വീടല്ല, അത് മോന്റെ വീടാണ്. അവിടെ ഉള്ള എല്ലാം മോനുള്ളതാണ്. ഞങ്ങൾക്കൊരു അവകാശവും വന്നിട്ടില്ലേ. ഞങ്ങൾ ആരും അല്ല മോന്റെ വീട്ടിൽ. ഈ ആദിത്യനോടും ലക്ഷ്മി ശ്രീദേവി നായരോടും ചൂണ്ടിക്കാണിച്ച എന്നെ, മക്കളെ ഇത് നിങ്ങളുടെ ഒരു ചേട്ടനാണ്. ഒരുപാട് ഇപ്പം ഞാൻ പറയുന്നില്ല, ചേട്ടനെ പരിചയപ്പെട്ടു വെച്ചു. ഭാവിയിൽ ഈ ചേട്ടനെ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാവും. നേരെ ബസ് കയറി ഇവരുടെ വീട്ടിൻ്റെ അവിടെ ഇറങ്ങി. ആദ്യം ശ്രീദേവിയമ്മ ചോദിച്ച ചോദ്യം പറഞ്ഞാൽ, എന്തിനാ ഇവിടെ വന്നേ? ഞാൻ ചുമ്മാ ഒന്ന് വരാൻ പറഞ്ഞപ്പോൾ അണിഞ്ഞൊരുങ്ങിഞ്ഞു വന്നോ? പൊയ്ക്കോ, മേലാൽ ഇവിടെ വന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, വേണ്ട, ജയൻ എന്ന് പറഞ്ഞ വ്യക്തിയെ അച്ഛനെ അങ്ങ് വിട്ടേക്കാം. അദ്ദേഹം എന്നെ കൊണ്ട് ഒരുപാട് പ്രശസ്തനാണ്. ഇവർക്ക് ഇപ്പം കൊടുത്ത് എനിക്കെതിരെ മുഖ്യമന്ത്രിക്ക് 2 പ്രാവശ്യം പരാതി കൊടുത്തു. അവരെ വിളിച്ചപ്പോൾ അവർ പറയാം, ഞങ്ങൾ വേണമെങ്കിൽ ഫോണിലൂടെ മൊഴി തരാം, അല്ലാതെ സ്റ്റേഷനിൽ വരാൻ പറ്റില്ല. കാര്യം എൻ്റെ മുമ്പിൽ ഇതൊന്നും ഞാൻ ജയൻ്റെ മോനാണെന്ന് എന്താ എഴുതിത്തരണ്ട, ജയൻ്റെ മോനാണെന്ന് എഴുതിത്തരണം, ഞാൻ എഴുതിത്തരാം. ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ വേണ്ട. ആദിത്യന് ലക്ഷ്മി ശ്രീദേവി നായരും ധൈര്യം ഉണ്ടെങ്കിൽ ഇതിനെ എതിർക്കട്ടെ. നിയമ നടപടി സ്വീകരിക്കും എന്നല്ല വേണ്ട. ഞങ്ങൾ DNA ഇറങ്ങി ഇയാൾ ഞങ്ങളുടെ കുടുംബവും യാതൊരു ബന്ധവുമില്ല എന്ന് ഞങ്ങൾ വെളിപ്പെടുത്തും എന്നാണ് പറയുന്നത്. ഹലോ, ഹായ്, നമസ്കാരം. ഇറ്റ്സ് മീ ഷിബിങ്ങാഡ്സ് ബറുവ. വെൽക്കം ബാക്ക് ടു അവർ അനദർ എപ്പിസോഡ് ഓഫ് മൈൻഡ്സ്കേപ്പ്. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്താണ്. ഒരുപാട് നേരം വൈകി, ഒരുപാട് യാത്ര ചെയ്ത് ക്ഷീണിച്ചു. എങ്കിൽ പോലും ഒരു വ്യക്തിയെ കാണാൻ വേണ്ടിയും കൂടുതൽ സംസാരിക്കാൻ വേണ്ടിയും അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ നമ്മോട് പറയാനുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. മറ്റാരുമല്ല, ഞാൻ ഓൾറെഡി ഒരു ഇൻ്റർവ്യൂ ചെയ്തു. അത് ഏകദേശം 50 ലക്ഷത്തോളം ജനങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ കൂടുതൽ വിവാദങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടിയും വെളിപ്പെടുത്തലുകളുമായി വീണ്ടും നമ്മോടൊപ്പം ചേരുന്നത് മുരളിച്ചേട്ടനാണ്. മുരളി ജയൻ, നമസ്കാരം, സ്വാഗതം. നമ്മൾ ആദ്യം ചെയ്തത് വേറൊരു ചാനലിലായിരുന്നു ഇൻ്റർവ്യൂ. അതിലെ ചേട്ടൻ്റെ വെല്ലുവിളിയൊക്കെ വലിയ രീതിയിൽ ജനം ഏറ്റെടുത്തു. കൃത്യമായ രീതിയിൽ തന്നെ ജനങ്ങളിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. അതിന് ശേഷമാണ് വലിയ രീതിയിൽ ഒരു പരാതി കാര്യങ്ങൾ ജയൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ചേട്ടൻ അതൊക്കെ നോക്കിക്കാണുന്നത്? അതിനെ നോക്കിക്കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാ നവംബർ 16-ാം തീയതി ഇവരിങ്ങനെ ഒരു വിളംബരം ഇറക്കാറുണ്ട്. ഞങ്ങൾ നിയമ നടപടിക്ക് പോകുമില്ല, നടപടി എടുക്കും അല്ലേ. ഈ വ്യക്തിക്ക് ഈ കുടുംബവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇനി തുടർന്ന് ഞങ്ങൾ നിയമ നടപടി സ്വീകരിക്കും എന്നാണ് പറയുന്നത്. നിയമ നടപടി സ്വീകരിക്കും എന്നല്ല പറയണ്ടേ, ഞങ്ങൾ DNA ഇറങ്ങി ഇയാൾ ഞങ്ങളുടെ കുടുംബവും യാതൊരു ബന്ധവുമില്ല എന്ന് ഞങ്ങൾ വെളിപ്പെടുത്തും എന്നാണ് പറയണ്ടേ. ഈ കുടുംബമായിട്ട് ഇയാൾക്കൊരു ബന്ധവുമില്ല എന്ന് പറയുമ്പം എനിക്ക് 1-2 അനുഭവങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ലക്ഷ്മി ശ്രീദേവി നായർ എന്ന പെൺകുട്ടിയെക്കുറിച്ച്. അതായത് ലക്ഷ്മി ശ്രീദേവി നായർ എന്ന് പറയുന്ന പെൺകുട്ടി ചേട്ടൻ്റെ അനിയത്തിയാണ്. അതായത് എൻ്റെ അച്ഛൻ ശ്രീ ജയൻ്റെ അനുജൻ ശ്രീ സോമൻ നായരുടെ 3ാമത്തെ കുട്ടിയാണ്. ആദിത്യൻ ജയൻ്റെ അനുജത്തിയാണ്. ഈ കുട്ടിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, ഈ കുട്ടിയും ആദിത്യനെയും ഞാൻ മുമ്പേ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ പെങ്കൊച്ചിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കൊല്ലത്ത് ചാമക്കട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നിർമ്മല എംബ്രോയിഡറി ഒരു തയ്യൽക്കട ഉണ്ട്. അവിടെയാണ് ഈ പെങ്കൊച്ചിൻ്റെ അമ്മയായ ശ്രീദേവി അമ്മ ബ്ലൗസ് ഒക്കെ തയ്ക്കാൻ കൊണ്ടുവരുന്നത്. അതിന് തൊട്ട് താഴെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ജോയി സ്റ്റീഫൻ. അവനവിടെ ഒരു ചെരുപ്പടമുണ്ട്. അതിന് തൊട്ട് ഇപ്പുറത്തായിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ ബാബു എന്ന് പറഞ്ഞൊരാളുടെ വാച്ചുകളുണ്ട്. ഞങ്ങൾ അവിടെയാണ് കൂട്ടുകൂടുന്നത്. വൈകിട്ട് ജോലി കഴിഞ്ഞ് ഞങ്ങളൊരു 10-16 കൂട്ടുകാരുണ്ട്. ഞങ്ങളെല്ലാം അവിടെയാണ് കൂട്ടുകൂടുന്നത്. അങ്ങനെ ഈ ശ്രീദേവമ്മ, ഈ ആദിത്യനെയും ലക്ഷ്മിയും അന്ന് ഒരു പിള്ളേരാണ്, ഒരുപാടൊന്നുമില്ല, ഒരു അത്യാവശ്യം പിള്ളേരാണ്. ഇവർ അവിടെ ആ തയ്യക്കടയിൽ വന്നപ്പം എൻ്റെ മുമ്പിൽ വന്നാണ് ആട്ടോയൊക്കെ തിറങ്ങുന്നത്. അപ്പോൾ ഇവർ തയ്യക്കടയിൽ കയറി പോയി. 2ാമത്തെ നിലയിലെ തയ്യക്കട കയറി പോയപ്പോഴത്തെ എൻ്റെ കൂട്ടുകാർ പറഞ്ഞാൽ, നിൻ്റെ കുഞ്ഞമ്മ വന്നാൽ ചെല്ലിടാ മിണ്ടാ ഇപ്പം ഇറങ്ങി വരും. ഞാൻ വേണ്ട,
നമ്മൾ ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ഞാൻ ഇവരുടെ മുന്നിലൊന്നും പ്രസന്റ് ചെയ്യാറില്ല. കാര്യം അവർക്ക് നമ്മൾ മുഖേന ഒരു പ്രശ്നം വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ സ്വയം ഒഴിഞ്ഞു മാറും. ഈ കുട്ടികളെ റോട്ട് വെച്ച് കണ്ടാലും ഞാൻ സൈഡ് ഒതുങ്ങി മാറാറുണ്ട്. കാര്യം നമ്മൾ മുഖേന അവരുടെ ജീവിതത്തിന് ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ശബ്ദം വേണ്ട അവർ പോട്ടെ. അങ്ങനെ അവർ ഈ ഈ ശ്രീദേവി അമ്മയും ആദിത്യനും ലക്ഷ്മിയും കൂടി ആ തയ്യക്കട ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് എൻ്റെ കൂട്ടുകാരൻ വരെ അപ്പോൾ ആട്ടോലോട്ട് കയറിയതും എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞാൽ ചെല്ലാൻ പറഞ്ഞ് എന്നെ പിടിച്ചത്. ഏതാ വർഷം? ഇപ്പൊ ഈ പറയുന്ന കഥ നടക്കുന്ന വർഷം എനിക്ക് ഓർമ്മയില്ല മക്കളെ. അല്ല എങ്കിൽ പോലും ഇങ്ങനെ ഒത്തിരി വർഷമായി പിള്ളേർ ഇവരല്ല. അല്ല 2000-ന് ശേഷമാണ്. അതിന് മുമ്പ് ഒരുപാട് പഴയ കഥയാണ് അല്ലേ? ഇവരിപ്പോ ഈ ലക്ഷ്മി ശ്രീദേവി എന്നാര് പറഞ്ഞല്ലോ, ഈ വ്യക്തിയോട് ഞങ്ങളുടെ കുടുംബമായിട്ട് യാതൊരു ബന്ധമില്ല, അത് ഖണ്ഡിക്കുന്ന ഒരു കഥയാണ്. ഒന്നല്ല 2-3 കഥ ഞാൻ പറയും. അപ്പം എന്റെ കൂട്ടുകാരെ പിടിച്ച് തള്ളി ഞാൻ ഇവരെ ആട്ടോയുടെ തൊട്ട് ചെന്ന് പിടിച്ചപ്പം ഈ ശ്രീദേവമ്മയും ഈ പിള്ളേരും എന്നെ നോക്കി. അപ്പൊ ഞാൻ ശ്രീദേവമ്മയുടെ അടുത്ത് ചോദിച്ചു, ശ്രീദേവമ്മ എന്നെ മനസ്സിലായെന്ന് വെച്ചു. ഇവര് കുഞ്ഞെന്നാ വിളിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഇല്ല കുഞ്ഞ്. ഞാൻ എന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല കുഞ്ഞ്. ഞാൻ പറഞ്ഞ നിങ്ങളുടെ വീട്ടിൽ പണ്ട് നിന്ന തങ്കമ്മ അറിയാം. അയ്യോ മോനാണോ ഇത്? അയ്യോ എൻ്റെ മോനെ നീ എന്താ ഇവിടെ? ഞാൻ പറഞ്ഞ എൻ്റെ കൂട്ടുകാർ ഇവിടെയാണ്, ഞാൻ ഇവിടെയാണ് എന്നും കൂടാറുള്ള. മോൻ എന്താ ഞങ്ങളുടെ വീട്ടിലോട്ട് വരാത്തെ? അത് ഞങ്ങളുടെ വീടല്ല, അത് വാടക താമസം. അവരിപ്പോൾ അന്നേരം ഒരു കടപ്പാക്കടയിൽ ഒരു വീട്ടിൽ ഒരു ഫയർഫോഴ്സിന്റെ ഓഫീസ് ഉണ്ട്, ഇപ്പുറത്തെ ഒരു വീട്ടിൽ വാടക താമസിക്കോട്ടെ. മോൻ എന്താ ഞങ്ങളുടെ വീട്ടിലോട്ട് വരാത്തെ? അത് ഞങ്ങളുടെ വീടല്ല, അത് മോന്റെ വീടാ. അവിടെ ഉള്ള എല്ലാം മോനുള്ളതാണ്, ഞങ്ങൾക്ക് ഒരു അവകാശവും വന്നത്തില്ല. ഇത് ചുമ്മാ പറയുന്നില്ല, സത്യസന്ധമായിട്ട്. ഇത് ആദിത്യനും ലക്ഷ്മി ശ്രീദേവി നായരും ധൈര്യം ഉണ്ടെങ്കിൽ ഇതിനെ എതിർക്കട്ടെ. അത് മോന്റെ വീടാണ്, അവിടെ ഉള്ള എല്ലാം മോന്റെയാണ്, ഞങ്ങൾ ആരുമല്ല മോൻ്റെ മുന്നിൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആയതുപോലെ എനിക്ക് ഭയങ്കര സന്തോഷം. മോൻ ഞങ്ങളുടെ കൂടെ വരണം, ഞങ്ങളുടെ വീട്ടിൽ വരണം, മോൻ ഞങ്ങളുമായിട്ട് സഹകരിക്കണം, ഞങ്ങളുടെ കൂടെ ഇതാവണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും ഒരു വല്ലായ്മയൊക്കെ തോന്നി. കാര്യം അച്ഛൻ വീട്ടുകാരുടെ ആദ്യത്തെ ക്ഷണമാണ്. അപ്പം ഞാൻ വലിയ പിന്നെ അങ്ങനെ അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവരങ്ങോട്ട് ജസ്റ്റ് ആട്ടോ അങ്ങോട്ട് നീക്കി ഉടനെ വീണ്ടും ആട്ടോ നിർത്തി. അപ്പം ഞാൻ ഇങ്ങോട്ട് സ്റ്റെപ്പ് പറഞ്ഞപ്പോൾ ആദ്യത്തിന് ഓടി വന്നു. ആട്ടോയിൽ നിന്ന് ഇറങ്ങി ആദ്യത്തിന് ഓടി വന്നിട്ട് എന്നെ തട്ടി പറഞ്ഞ് വിളിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും അങ്ങോട്ട് ചെന്നു. അപ്പൊ ആദ്യത്തിന് എത്ര വയസ്സ് കാണും ആ സമയത്ത് ആദിത്യന്? ആദിത്യന് എത്ര വയസ്സെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പോലും ചെറുപ്പക്കാരനാ, ഒരു 10 വലിയ ചെറുപ്പക്കാരൊന്നും ആയിട്ടില്ല, പയ്യന ഒരു 10-15 വയസ്സ് ആയിട്ടില്ലെന്ന് തോന്നുന്നു. ചെറിയ കുട്ടി, ഒരുപാട് കുട്ടിയല്ല, അത്യാവശ്യം ചിലപ്പോ 8-ലോ 9-ലൊക്കെ ആയിരിക്കാം. അപ്പം ഞാൻ അന്നേരം ശ്രീദേവമ്മ ഈ ആദിത്യനെ വിട്ട് എന്നെ തിരിച്ചു വിളിച്ചിട്ട് ഈ ആദിത്യനോടും ലക്ഷ്മി ശ്രീദേവി നായരോടും ചൂണ്ടിക്കാണിച്ച എന്നെ, മക്കളെ ഇത് നിങ്ങളുടെ ഒരു ചേട്ടനാണ്, ഒരുപാട് ഇപ്പൊ ഞാൻ പറയുന്നില്ല, ഇത് നിങ്ങളുടെ ചേട്ടനാണ്, ഈ ചേട്ടനെ പരിചയപ്പെട്ട് വെച്ചോ, ഭാവിയിൽ ഈ ചേട്ടനെ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാവും പറഞ്ഞു. അങ്ങനെ ഈ 2 കുട്ടികൾ എന്നെ നോക്കി ചിരിച്ചു. അവിടെയാണ് ഞാൻ ആദിത്യനെ ആദ്യമേ കണ്ട. അതിന് മുമ്പേ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഹൈസ്കൂളിൽ ഒക്കെ. ഈ ലക്ഷ്മി ശ്രീദേവി നായരെ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് അവിടെ വെച്ചാണ്. അങ്ങനെ ഇവർ ആട്ടോയിൽ അങ്ങ് പോയി. ഞാനിക്കങ്ങ് ഭയങ്കര സന്തോഷമായി. അച്ഛൻ വീട്ടുകാരെ ക്ഷണിച്ചില്ല, ഞാൻ വെച്ച് അങ്ങോട്ടൊന്ന് ചെല്ലാം. അങ്ങനെ എൻ്റെ കൂട്ടുകാരോടാ എൻ്റെ ശ്രീദേവമ്മ എന്നെ അച്ഛൻ വീട്ടോട് വിളിച്ചിട്ടാണ് ഞാൻ നാളെ പോടാന്നൊക്കെ പറഞ്ഞ അവർ കൂട്ടര്. അപ്പം എൻ്റെ കഴുത്തിലൊരു ചാടിനകത്ത് വളരെ നൈസ് ഒരു മാല, ഇങ്ങനെ ചുറ്റി ഇട്ടിരിക്കുന്ന ഒരു മാലയുണ്ട്, അതേ ഉള്ള നമ്മുടെ ഇത്. പിറ്റേന്ന് രാവിലെ ഞാൻ വീട്ടിൽ വന്ന് കുളിച്ചൊരുങ്ങി ഇൻസേർട്ടൊക്കെ ചെയ്ത്, അന്നൊക്കെ ഇൻസേർട്ട് ചെയ്താൽ കൂടുതൽ നടക്കുന്നത്. ഇൻസേർട്ടൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് ആയിട്ട് ഞാൻ നേരെ ബസ് കയറി ഇവരുടെ വീട്ടിൻ്റെ അവിടെ ഇറങ്ങി നടന്ന് ചെന്ന് ഇവിടെ ഒരു കറുത്ത ഗേറ്റുള്ള ഒരു ഓട്ട് വീടാം. ഞാൻ ആ ഗേറ്റ് തുറന്നു, അകത്തോട്ട് തുറന്നപ്പോൾ ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ പെൺകൊച്ച് ഒരു ബെറ്റിക്കൂട് ഇട്ടുണ്ട്, ഒരു വെള്ള ബെറ്റിക്കൂടുണ്ട്. അവിടെ ഒരു വീട്ടിന് മുമ്പിലുള്ള സിറ്റ് ഔട്ട് എന്നുള്ള വീടാണ്, പഴയ വീടാണ്. അതിൻ്റെ ആ തിട്ടയിലിരുന്ന് ഇങ്ങനെ എന്തോ കളിക്ക് കണ്ട ചെയ്യുക. അപ്പോൾ എന്നെ കണ്ടുകൊണ്ട് ഈ പെൺകൊച്ച് എണീറ്റിട്ട് അകത്തോട്ട് പോയിട്ട് ശ്രീദേവിയെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പം ശ്രീദേവിയും ആദിത്യനും ഈ പെങ്കൊച്ചും കൂടി വീട്ടിൻ്റെ വെളിലോട്ട് ഇറങ്ങി വന്നു. ഞാൻ ആ വീടിൻ്റെ വാതിലിൽ പോയി നിൽക്കുക, ഫ്രണ്ട് വാതിലിൽ നിൽക്കുക, സ്റ്റെപ്പിന് താഴെ. ഇവരിങ്ങോട്ട് വന്നിട്ട് എൻ്റെ ആദ്യം ശ്രീദേവിയമ്മ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ, എന്തിനാ ഇവിടെ വന്നേ? ഞാനിങ്ങനെ അങ്ങ് അന്തിച്ചുപോയി. എന്തിനാ ഇവിടെ വന്നേ? ഞാൻ ചുമ്മാ ഒന്ന് വരാൻ പറഞ്ഞപ്പോൾ അണിഞ്ഞൊരുങ്ങി വന്നോ? പൊയ്ക്കോ, മേലാൽ ഇവിടെ വന്നു വരുത്, നിങ്ങളൊന്നും ഇവിടെ വരുന്നത് ഞങ്ങൾക്കാരും ഇഷ്ടമല്ല. എൻ്റെ കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞ് ഞാൻ എന്താ നമ്മൾ പറയേണ്ടതെന്നറിയാൻ വയ്യ. ഞാൻ മാനസികമായിട്ടങ്ങ് തളർന്ന് ശരീരമൊക്കെ ഒന്ന് വിയർത്ത് ഒരു വല്ലാത്തൊരവസ്ഥയിലെത്തി. അന്നേരം കൊണ്ട് ഒരു ചുമ കേട്ടു. നമ്മുടെ സോമൻ നായരുടെ
ഞാൻ സോമൻ നായരെന്നാണ് വിളിക്കുന്നത് കേട്ടോ, അച്ഛൻ്റെ അനിയനെ. അതിൻ്റെ വേറൊരു കഥയുണ്ട്. ഞാൻ അതിന് ശേഷമാണ് അദ്ദേഹത്തിന്, അതിന് മുമ്പേ നമുക്ക് കൊച്ചച്ചാന്ന് ഞാൻ വിളിച്ചിട്ടില്ല പുള്ളിയായിട്ട്. അപ്പം ഈ സോമൻ നായരുടെ ചുമ കേട്ടു. അപ്പം ഞാൻ അപ്പം അന്നേരം കൊണ്ട് ആദിത്യൻ ഒരു സ്റ്റീൽ ഗ്ലാസ്സിനകത്ത്, ഒരു കൊള്ളാത്തൊരു ഇത്രയേ ഉള്ള ഒരു സ്റ്റീൽ ഗ്ലാസ്സിനകത്ത് ഒരു ഗ്ലാസ് ചായ ആയിട്ട് വന്നു. അപ്പം ഞാൻ ചായ ഒന്നും കുടിക്കുന്ന ആളല്ല. അപ്പം ശ്രീദേവ, അപ്പം ആദിത്യൻ എൻ്റെ മുമ്പിലോട്ട് നീട്ടി. അപ്പം ശ്രീദേവ പറഞ്ഞ് അത് മേടിച്ച് കുടിക്കാൻ പറഞ്ഞു. അപ്പം എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുവാണ്, വല്ലാത്തൊരവസ്ഥ എത്തി, പെട്ടെന്ന് വീഴും കണ്ണുനീര്, ആ പരുവത്തിലേക്ക് എത്തി. മാനസികമായി തകർത്തതിന് ശേഷം ചായ. മാനസികമായിട്ട് നമ്മളെ തളർത്തി. എന്തിനാ ഇവിടെ വന്നേ, ഞങ്ങൾ ഒന്ന് വരാൻ പറഞ്ഞു, പഴയ അണിഞ്ഞൊരുങ്ങി വന്നു പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ചായ കുടിച്ച് കുടിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. അല്ല ചായ കുടി. ഞാൻ ഇല്ല, ഞാൻ ചായ കുടിക്കാറില്ല എന്ന് പറഞ്ഞ സമയത്ത് 2 ചുമ അകത്തുനിന്ന്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം, നമ്മുടെ അച്ഛൻ്റെ അനുജൻ സോമൻ നായർ. കാര്യം അദ്ദേഹം ഞാനായിട്ട് റോട്ടിൽ വെച്ച് അമ്മ ചൂണ്ടിക്കാണിച്ച്, അമ്മ കാണിക്കുമ്പോൾ ഞാൻ ഓടി ചെല്ലും. ഇദ്ദേഹം അമ്മയടുത്ത് ഞാനടുത്ത് ഒന്ന് സംസാരിക്കും. ഇദ്ദേഹത്തെ ശരീരത്തോടെ എന്നെ ചേർത്ത് പിടിച്ച് തലയിലേക്ക് ഇങ്ങനെ മുടി ഇങ്ങനെ കൈകളക്കി പോകറ്റുന്ന പൈസയൊക്കെ തന്നൊരു ഇതുണ്ട് ഒത്തിരി പ്രാവശ്യം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു അല്ല ഞാനൊന്ന് കണ്ടോട്ടെ, ഈ ഡയലോഗ് ഞാൻ അല്ല ഞാനൊന്ന് കണ്ടോട്ടെ. അത് പറഞ്ഞ് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു അല്ല എനിക്കൊന്ന് കാണണം, ഇടിച്ചു വേണമെങ്കിൽ കയറാം. പക്ഷെ അവർ പറഞ്ഞു അത് പറ്റത്തില്ല, ഇവിടെ ഒന്നും പറഞ്ഞില്ല, അവർക്കൊന്നും അദ്ദേഹത്തിന് നിങ്ങളെ ആരും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് എൻ്റെ പറഞ്ഞ് പൊയ്ക്കോ പോ ഇവിടുന്ന് പോകുന്നു പറഞ്ഞു. അന്നേരം ഉണ്ട് കണ്ണൻ നായർ അവിടെ ഉണ്ട്, ഈ മരിച്ചുപോയ കണ്ണൻ നായർ, അവരെ മൂത്തമ്മൻ. കണ്ണൻ നായർ ഇങ്ങോട്ട് വന്നിട്ട് ഒരു ഉടുപ്പൊക്കെ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ മടക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് എന്തുവാ കഴുത്തേ കിടക്കുന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അതൊരു സ്വർണ്ണമാലയാണ്, അത് പൊട്ടിപ്പോകും, വളരെ നൈസാണ്, അപ്പോൾ അതുകൊണ്ട് ചട്ടി കിട്ടുക. എന്നാ വിട്ടോ പൊയ്ക്കോ പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞാനങ്ങനെ തിരിഞ്ഞ് കരഞ്ഞുകൊണ്ട് എന്ന് ഞാൻ എന്നാ ഗേറ്റ് തുറന്ന് ഗേറ്റിൻ്റെ കുറ്റിയൊക്കെ തിരിച്ചിട്ട് ഞാൻ നടന്നിഞ്ഞ് പോരുന്നത്. ഈ ലക്ഷ്മി നായരാണ് ഇപ്പോൾ പറയുന്നത് ഈ വ്യക്തിക്ക് യാതൊരുവിധ ബന്ധവും ഞങ്ങളുടെ കുടുംബത്തിൽ. അടുത്ത ലക്ഷ്മിയുടെ മറ്റൊരു കഥ പറയാം. ഈ ലക്ഷ്മി ശ്രീദേവി നായരും ആദിത്യനും കണ്ണൻ നായരും ശ്രീദേവി അമ്മയും ചേർന്ന് ഞാൻ താമസിച്ച കൊല്ലം സബ് ജയിലിന് പുറവശത്ത് ഒരു കച്ചേരിക്കുളം നാഗരാജ ആൾത്തരമുണ്ട്. അവിടെയാണ് ഞാൻ ഒരു പുറമ്പോക്കിൽ ഒരു മുറിയുള്ള വീട്ടിലാണ് ഞാനും അമ്മയും താമസിക്കുന്നത്. ഞങ്ങൾ വീട് സ്ഥലമൊന്നുമില്ല. അപ്പൊ അച്ഛൻ സ്ഥലവും വീടൊക്കെ മേടിച്ചതുകൊണ്ട് അമ്മ മേടിച്ചില്ല. അപ്പം അവിടെ താമസിക്കുമ്പം ഈ എന്റെ ജയൻ സാറ് സ്ഥലവും വീടൊക്കെ മേടിച്ചില്ലെന്ന് പറഞ്ഞിരുന്നു. 5 സെന്റ് സ്ഥലവും വീടും മേടിച്ചു കൊടുക്കുക. അച്ഛൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, ഒരു കുമാരേട്ടൻ, അച്ഛൻ്റെ ഏറ്റവും അടുത്ത ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. അച്ഛനെക്കാട്ടി സുന്ദരൻ എന്ന് പറയാം. ഭയങ്കര നിറവാണ് പുള്ളി, അടിപൊളിയാണ് പുള്ളി കാണാൻ, നല്ല ചുമചുമായിരിക്കുക. അപ്പൊ ഈ കുമാരേട്ടനാണ് ഞങ്ങൾക്ക് ചെലവിനുള്ള പൈസയൊക്കെ നമ്മുടെ അച്ഛൻ കൊടുത്തിരുന്നത്. തങ്കമ്മയുടെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. കുമാരേട്ടൻ കൃത്യമായിട്ട് ആ പൈസ അമ്മയുടെ കൊടുക്കും. ആ സമയത്ത് അമ്മ പൈസയൊക്കെ ഇഞ്ഞ് മേടിക്കും. അത്രയും ബുദ്ധിമുട്ടല്ലേ. അപ്പൊ കുമാരേട്ടനോട് പറഞ്ഞു തങ്കമ്മയുടെ പറയാം 5 സെന്റ് സ്ഥലവും വീടും ഞാൻ വാങ്ങിച്ചു കൊടുക്കാം, തങ്കമ്മ കുഞ്ഞിനെയും കൊണ്ട് അവിടെ ഒന്ന് താമസിക്കാൻ പറയാം. അപ്പം അമ്മ അതൊന്നും വേണ്ട, അതൊക്കെ നിരസിച്ച്. അന്നേരം ഈ പറഞ്ഞ ഇവരെല്ലാം കൂടി ശ്രീദേവമ്മയും മക്കളും എല്ലാം കൂടി. അല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചോട്ടെ. എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ എല്ലാം നിരസിച്ചുകൊണ്ടിരുന്നത്? അതായത് നമ്മുടെ ഈ വീഡിയോ ഇറങ്ങിയതിന് ശേഷം, നമ്മൾ ചെയ്ത വീഡിയോ ഇറങ്ങിയതിന് ശേഷം ഇടയിൽ വരുന്ന ഒരുപാട് കമൻറ്റുകൾ, എല്ലാത്തിനും അനുകൂലമായി നിന്ന ജയൻ സാറിന് എതിരായിട്ട് എന്തിനമ്മ നിന്നു എന്നുള്ളതാണ് ചോദ്യം. അതായത് അമ്മ പറയുന്നത് മോനെ എൻ്റെ കൈകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടെ, അവരുടെ ഒന്നും എനിക്ക് വേണ്ട, നിനക്ക് കിട്ടും അതുറപ്പാ, പക്ഷേ നീ ഒന്നിനും ചെല്ലരുത്, നിനക്ക് വിധിക്കപ്പെട്ടത് നിന്റെ കൈ വന്ന് ചേരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മയാണല്ലോ ആ കുടുംബത്തെ സംരക്ഷിച്ചത്. അപ്പൊ അമ്മയ്ക്ക് എതിരെ ആ കുടുംബത്തിലെ അവരുടെ ബന്ധുക്കൾ ഇദ്ദേഹം സിനിമാ നടനായതിനു ശേഷം വന്നുണ്ടായ ചില പ്രശ്നങ്ങളോട് വന്ന് അമ്മ എന്നെ അവിടെ നിന്ന് മാറ്റണം, അദ്ദേഹത്തിന് സിനിമയിൽ വലിയ ഭാവി ഉണ്ടെന്നൊക്കെ പല വട്ടമുള്ള സംസാരങ്ങൾ കേട്ടപ്പോൾ അമ്മയ്ക്ക് അതൊരു മാനസിക വിഷമം ഉണ്ടായിട്ടാണ് അമ്മ എന്നെ കൊണ്ട് ഇറങ്ങി പോകുന്നത്. അപ്പൊ അമ്മ പറയുന്നത് എനിക്കതൊന്നും വേണ്ട, അവരുടെ ഒന്നും എനിക്ക് വേണ്ട മക്കളെ, ഞാനാണ് അവർക്കെല്ലാം കൊടുത്തത് എന്ന് പറയാൻ നിൽക്കുന്നത്. അപ്പൊ ഇവര് ഈ ആയത്തിനും കുടുംബവും എൻ്റെ വീട്ടിലുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാജചേച്ചി എന്ന് വിളിക്കുന്നത്. ചേച്ചിയുടെ റിയൽ പേര് എനിക്കറിയില്ല. ആദ്യത്തിന് ആദ്യം അടിച്ചോണ്ട് മോഷ്ടിച്ചോണ്ട് പോയ ആയുധന്റെ ആദ്യത്തെ ഭാര്യയുടെ വീടാണ് ഈ വീട്ടിൽ വന്നിട്ട്. ആദ്യമായിട്ട് ആദിത്യൻ മോഷ്ടിച്ചോണ്ട് പോകുന്ന പെണ്ണിന്റെ വീട്ടിലാണ് ഞാൻ ഈ പറഞ്ഞ വീട്. പെണ്ണിന്റെ പേര് ഞാൻ പറയുന്നില്ല. അന്നേരം മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ ഒളിച്ചോടിയാണ് ഇവര് അടിച്ചോണ്ട് പോയില്ല, ഒളിച്ചോണ്ട് പോയാണ് മോഷ്ടിച്ചോണ്ട് പോയത്. ഞാൻ മോഷ്ടിച്ചോണ്ട് പോയിട്ടില്ല, അയാൾക്ക് അതാണ് അങ്ങനെ പറയത്തുള്ളൂ. അവിടെ വന്ന് അപ്പം ഞാൻ പറയാം. അപ്പൊ ഈ വീട്ടിൽ എപ്പോഴും ഇവർ വരാറുണ്ട്. അപ്പൊ എന്റെ വീട്ടിന് മുമ്പിൽ ആ കാവിന്റെ മുമ്പിൽ ഇങ്ങനെ നമ്മൾ നിൽക്കുവാണെങ്കിൽ ഇവര് ആട്ടേക്കത്ത് വരുന്നതും പോകുന്നതും പറയാം. അപ്പൊ ശ്രീദേവമ്മ എന്നെ കണ്ടാൽ ജസ്റ്റ് ഒന്ന് പരുങ്ങും, മനസ്സിലായി, ആ വീട്ടിൽ ഒന്ന് പരുങ്ങും. അപ്പൊ ഞാൻ ഒരു ദിവസം ആ വീട്ടിൽ ചെന്നപ്പം രാജചേച്ചി ഞാൻ വിളിച്ചു. അവരുടെ വീട്ടിലെ പണിയൊക്കെ ചെയ്യാൻ എന്തോ ഒരു ആവശ്യം ആ വീട്ടിൽ ചെന്നപ്പം രാജചേച്ചി ഇറങ്ങി വന്നു. അതെന്താ പറഞ്ഞു മുരളി, എന്താ കാര്യം വെച്ചാൽ ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞു മുരളി, ലക്ഷ്മി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ശ്രീദേവമ്മയും ലക്ഷ്മി അവിടെ കൊണ്ടാക്കിയിട്ട് അവരവിടെ പോയി. ഞാൻ പറഞ്ഞു എന്ത് അകത്തിരിപ്പുണ്ട്, നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു, എന്നിട്ട് നിങ്ങൾ സംസാരിക്കുന്നു, പുള്ളിയുടെ അനിയത്തില്ലെന്ന് പറയും. ഞാൻ പറഞ്ഞു ഓക്കെ വരാൻ പറഞ്ഞു.
വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ സിറ്റൗട്ടിൻ്റെ കാർ പോർച്ചിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുക. അന്നേരം ഉണ്ട് ഈ ലക്ഷ്മി ശ്രീദേവി നായർ ആ വീട്ടിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് നടന്നു വരുന്നത്. ആ വരുന്ന ലുക്ക്, ആ സ്റ്റൈല് വരെ ഞാൻ കാണിച്ചു തരാം. ഈ പുള്ളിക്കാരിക്ക് എന്നെ അറിഞ്ഞുകൂടാന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ വകുപ്പ് വരെ ഞാൻ കാണിച്ചു തരാം. കാണിച്ചു. എന്ന് പറഞ്ഞാല് ഒരു നാണം കുണുങ്ങി ഈ ഷാളുണ്ടല്ലോ, ചുരിദാറിന്റെ മേളിൽ ഇടുന്ന ഒരു ഷാളിന്റെ ആ തലപ്പ് പിടിച്ചിട്ട് ഇങ്ങനെ 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 ഒരു വല്ലാത്ത ഒരു കൊഞ്ഞലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ തിരുമി എന്റെ മുമ്പിൽ ഞാൻ പറഞ്ഞു എന്റെ മക്കളിഞ്ഞു വാ എന്ന് വിളിച്ച ഈ സെയിം ഡയലോഗാണ് ഞാൻ പറഞ്ഞത്. എന്റെ മക്കളിഞ്ഞു വാ എന്ന് വിളിച്ച് അന്നേരം ഈ പെങ്കൊച്ച് നടന്ന് എൻ്റെ അടുത്ത് വന്നു. നമ്മുടെ കൈവരുടെ സീറ്റുള്ള കൈവരുണ്ടല്ലോ അതിന്റെ അപ്പുറത്ത് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചു. അപ്പം ഞാൻ ഈ കുഞ്ഞിന്റെ കയ്യിലൊക്കെ നോക്കുമ്പോൾ അങ്ങനെ പറയത്തക്ക വിധത്തിൽ വലിയ സ്വർണ്ണമാലകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളില്ല, എന്തോ ഒരു ചെറിയ. അന്നേരം എനിക്ക് തോന്നി എൻ്റെ അനീതിയുടെ കയ്യിൽ നല്ല ചുമന്ന കുപ്പിവളകളൊക്കെ വാങ്ങിച്ച് നല്ല കറുത്ത കുപ്പിവളകളൊക്കെ വാങ്ങിച്ചിട്ട് കൊടുക്കണം എന്നൊരു ആഗ്രഹം എനിക്ക് തോന്നി ആ സമയത്ത്. കാര്യം കാണുമ്പോൾ അത്ര വലിയ സംഭവമായിട്ടൊന്നും ഇല്ല ആ സമയത്ത്, ഇച്ചിരി ദാരിദ്ര്യത്തിൽ ജീവിക്കുക. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വന്ന് തോന്നിയാണ് എൻ്റെ അനിയത്തിയുടെ എൻ്റെ കുഞ്ഞിൻ്റെ എൻ്റെ മക്കളാണല്ലോ നമ്മുടെ മക്കളുടെ കയ്യിൽ ആ വളകളൊക്കെ ഇട്ട് വാങ്ങിച്ച് ഒരു ആങ്ങളെ കൊടുക്കുന്ന ആ ഒരു വല്ലാത്തൊരു അനുഭവം എനിക്ക് തോന്നി വാങ്ങിച്ചു കൊടുക്കണം. പക്ഷെ എൻ്റെ അതിന് പൈസയും ഇല്ല. കാര്യം അന്നൊക്കെ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 100 രൂപയ്ക്ക് തന്നെ അന്ന് നമുക്ക് ശമ്പളം കിട്ടും, അതിനകത്തങ്ങണ്ടേ ഉള്ളൂ. അപ്പൊ അത് നമുക്ക് കിട്ടിയാൽ നമ്മുടെ ചെറിയ നടക്കും, പിന്നെ വീട്ടിലും കൊടുത്തു കഴിഞ്ഞാൽ ഇതിലൊന്നും കാണില്ല. പണി അങ്ങനെ ഇങ്ങനെ ഇല്ല. അന്ന് ഡ്രൈവിംഗ് ഒന്നും പഠിച്ചാട്ട് അതിനൊന്നും പോതില്ല. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ ഈ പെൺകൊച്ചിന് എൻ്റെ അനുജത്തിക്ക് എൻ്റെ അനുജത്തിയാണ്, എൻ്റെ അനുജത്തിയുടെ കൈ 2 കയ്യിലുമായിട്ട് ചുമന്ന വളകളും ഇട്ട് വരുന്ന അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് തോന്നി. അങ്ങനെ ഇട്ട് കൊടുക്കണം, നമ്മുടെ അനിയത്തിയില്ല, നമുക്ക് അതിന് അവകാശം ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഈ അമ്മ കയറി വന്നു. എൻ്റെ അമ്മ വന്നപ്പം അമ്മ പറഞ്ഞു, അമ്മ ഇഞ്ഞു വാ, നിങ്ങളുടെ സോമൻ നായരുടെ മോള് താൻ നിൽക്കുന്നു പറഞ്ഞു. അന്നേരം അമ്മ ആ പെങ്കൊച്ച് അമ്മ കയറി വന്ന്. അമ്മ വന്ന് ആ കൊച്ചിനെ വിളിക്കുന്നത് ലക്ഷ്മിക്കുട്ടി മോളെ എന്ന് വിളിച്ചോണ്ട് അമ്മ ഇങ്ങോട്ട് വന്നു. ലക്ഷ്മിക്കുട്ടി മോളെ എന്നും പറഞ്ഞോണ്ട് അമ്മയും വന്നു. അപ്പൊ ലക്ഷ്മി ചിരിച്ചോണ്ട് ഇന്ന് അപ്പൊ അമ്മ ലക്ഷ്മി മോളുമായിട്ട് കുറച്ചു നേരം സംസാരിക്കുകയൊക്കെ ചെയ്യും. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ചു നേരം ഞങ്ങൾ സംസാരിച്ചിട്ട് ഞാൻ പോന്ന മോളെ എന്ന് പറഞ്ഞ് ഞാനിഞ്ഞ് പോരുന്നു. അതുപോലെയൊക്കെ എൻ്റെ മനസ്സിൽ അങ്ങനെ ആഗ്രഹം, എനിക്ക് കുറച്ച് വളയൊക്കെ മേടിച്ച്. ഇതൊന്നും ഞാൻ ചുമ്മാ പറയുന്നില്ല, എൻ്റെ 2 മക്കൾ സത്യം, ഞാൻ ചുമ്മാ പറയുന്നില്ല. അപ്പം ഞാൻ വീട്ടിൽ കിടക്കുന്നത് ആലോചിക്കും, വലിയ ലക്ഷ്മി മോളെ കാണുമ്പോൾ ഇച്ചിരി വളയൊക്കെ മേടിച്ചിട്ട് കൊടുക്കണം എന്നൊക്കെ നമ്മുടെ ഒരു ആങ്ങളേക്ക് തോന്നുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയൊക്കെ എനിക്ക് തോന്നുകയും അങ്ങനെ ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അന്നേരം ഒന്നും നമുക്ക് പൈസ കിട്ടുമ്പോൾ നമുക്ക് ഇവരെ കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു വലിയൊരു അനുഭവം. ആ പെങ്കൊച്ച എൻ്റെ അനുജത്തിയാണ് പറയുന്നത്, ഈ ആളിനെ ഈ വ്യക്തിയെ ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങളുടെ കുടുംബമായിട്ട് യാതൊരു ബന്ധമില്ല. അടുത്ത കഥ, കുറേ കഴിഞ്ഞ് എനിക്ക് ആട്ടോ മേടിച്ച്. അങ്ങനെ ഞാൻ ആട്ടോ ഓടിക്കൊണ്ടിരിക്കുക, സ്വന്തമായിട്ട് 2 ആട്ടോ എടുത്ത് ലോണൊക്കെ എടുത്ത്. അപ്പം കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ അവിടെ റെയിൽവേ ക്രോസ് ഉണ്ട്. ആ റെയിൽവേ ക്രോസിനവിടെ ഞാൻ ഓട്ടോ ആയിട്ട് ഒരാളുമായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ആട്ടോ കിടക്കുന്നു. ആട്ടോക്കകത്ത് 2-3 പെൺകുട്ടികൾ ഇരിക്കുന്നു. അതിൽ അങ്ങേയറ്റത്തായിട്ട് ലക്ഷ്മി ഇരിപ്പുണ്ട്. അപ്പം വേറൊരു ഇച്ചിരി കൂടി ആളിച്ചിരി നന്നായി, കുറച്ചും കൂടി വലുതായി. അപ്പം ഞാനിങ്ങനെ ആട്ടോയിട്ട് ഞാൻ ഇങ്ങനെ ചുറ്റുമൊക്കെ നോക്കട്ടെ ഈ കൊച്ചിരിക്കുന്നു. അപ്പം ഞാൻ ചുണ്ടുകൊണ്ട് ഇവരെ റോട്ടി വെച്ച് കണ്ടാലേ ഈ വളരും തോറും പല സമയത്ത് കാണുമ്പം മുഖത്തിന് ചെറിയ മാറ്റമുണ്ട്. അപ്പോൾ എപ്പോഴും ഇവരെ ഞാൻ കാണുമ്പോൾ ഈ ലക്ഷ്മി മോളെ ഞാൻ കാണുമ്പോൾ ലക്ഷ്മി മോളെ എന്ന് വിളിക്കുന്നില്ല, അതിന് ഞാൻ പണ്ടേ നിർത്തി, ആ വിളി ഞാൻ പണ്ടേ നിർത്തിയാ. ഇത് ലക്ഷ്മി, ഈ ലക്ഷ്മി ശ്രീദേവി നായരെ ഞാൻ കാണുമ്പം ഞാൻ ചുണ്ടുകൊണ്ട് ചോദിക്കും ലക്ഷ്മിയാണോ എന്ന് ഞാൻ ചോദിക്കും. കാര്യം നമ്മുടെ വായിൽ നിന്ന് ഉറക്കെ ചോദിച്ച് മറ്റുള്ളവരുടെ ശ്രദ്ധ വരുമ്പോഴത്തേക്ക് അവർക്ക് അറിയാവുന്നവരുണ്ടല്ലോ, അവര് നമ്മളൊരു ഇതാന്ന് പറഞ്ഞിട്ട് നമ്മൾ ലക്ഷ്മിയാണോ പറയുമ്പോൾ ആ എന്ന് പറയും. അപ്പം പുള്ളിക്കാരി ആട്ടക്കത്ത് ഇരിക്കുന്നു, പഠിക്കാനും കണ്ട് പോവാ, വേറെ 2 കൂട്ടുകാരുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു ലക്ഷ്മിയാണോ എന്ന് ചോദിച്ചപ്പോൾ ആ എന്ന് പറഞ്ഞ് തലയാട്ടി ചിരിച്ചുകൊണ്ട് എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ ഇരിക്കും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കി ചിരിക്കും, നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അവരും കൂട്ടുകാരുണ്ട്, എൻ്റെ വണ്ടിക്ക് ഇതാണ്. അങ്ങനെ അത് അവിടെ നിന്ന് കടന്നു പോയി. അത് കഴിഞ്ഞ് പിന്നെ കാണാൻ കുറേ നാൾ കഴിഞ്ഞ് ആദിത്യൻ എന്ന് പറഞ്ഞ വ്യക്തിയെ കൊല്ലം കാങ്കത്തുമുക്ക് എന്നൊരു സ്ഥലമുണ്ട്, അവിടെ വെച്ച് ഇയാളെ കണ്ട്. അവിടെ ഒരു കാസറ്റ് കടയിൽ ഇയാൾ എപ്പോഴും വരും. അങ്ങനെ ഞാൻ അവിടെ വെച്ച് കണ്ടപ്പം എന്നെ കണ്ട ആദിത്യൻ ഇങ്ങോട്ട് വരും, ചേട്ടാ എന്ന് പറഞ്ഞ് ഓടി വരും. വന്ന് സംസാരിച്ചു. അപ്പം എൻ്റെ പറഞ്ഞു, ചേട്ടാ ലക്ഷ്മിയുടെ കല്യാണമാണ്, ചേട്ടൻ വരണമെന്ന് പറഞ്ഞു. ആദിത്യൻ ക്ഷണിച്ചു, ആദിത്യൻ എന്നെ ക്ഷണിച്ചു. അല്ല, ഇത് ആദ്യമായിട്ടല്ലേ ഒരിടത്ത് പറയുന്നത്? ആദ്യം ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് ലക്ഷ്മിയുടെ വിവാഹത്തിന് ആദിത്യൻ നിങ്ങളെ പൂർണ്ണ സമ്മതത്തോടു കൂടി വിളിച്ചു. ആ റോട്ടി ചേട്ടൻ പറഞ്ഞിട്ട് തോന്നി, ചേട്ടാ ലക്ഷ്മിയുടെ കല്യാണമായി, ചേട്ടൻ കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആദിത്യൻ ഞാൻ വരത്തില്ല. അതെന്താ ചേട്ടാ?
ഞാൻ അവിടെ വന്നാൽ അത് വലിയ വിഷയമാവും, അത് സംസാര വിഷയങ്ങളാവും. അതുകൊണ്ട് ഞാൻ തൽക്കാലം വിജു അല്ല ചേട്ടൻ വരണം. ഞാൻ പറഞ്ഞില്ല, കാര്യം നമ്മളെ അന്ന് വീട്ടിൽ ചെന്നപ്പോൾ അടിച്ചിറക്കി. മനസ്സിൽ കിടക്കുക ഒരു വലിയൊരു നോവായിട്ട്. അത് ഭയങ്കര ഫീലിങ്സ് ആയിരുന്നു എനിക്ക്. എൻ്റെ അമ്മോ, എനിക്ക് അതൊന്നും പറഞ്ഞു തരില്ലല്ലോ. അത് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ നിൽക്കുവാണെങ്കിൽ ഇപ്പോൾ ഓർത്താലും കണ്ണറിയുന്ന ഒരു കാര്യമല്ലേ അത്. കണ്ണിങ്ങനെ നിറഞ്ഞ് സാധനം കണ്ണിരിഞ്ഞ് വീഴുന്ന പരുവത്തിലെത്തിക്കുന്നു. അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. പറഞ്ഞാൽ വാക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എന്തിനാ വന്നേ, ഒന്ന് വരാൻ പറഞ്ഞപ്പോഴത്തെ അണിഞ്ഞൊരുങ്ങി വന്നോ, പൊയ്ക്കോ എന്നാ പറഞ്ഞത്. കൈ ചൂണ്ടി പറഞ്ഞു ആട്ടി ഓടിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയല്ലേ. എന്നിട്ട് കൊണ്ടുവന്ന ഗ്ലാസ്സില്ല, പട്ടിക്ക് കൊടുക്കുന്ന ഒരു കൊച്ചു ഗ്ലാസ്സിനകത്ത് ഒരു ഗ്ലാസ് ചായ. അപ്പം ആയിത്തന്നെ ഇങ്ങനെ കല്യാണമൊക്കെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല ആയിത്തെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചിട്ട് ആയിത്തിനങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഈ പുള്ളിക്കാരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഒരു ഓണത്തിന് ഞാനും എൻ്റെ ഫാമിലിയും കൂടി കൊല്ലം ആശ്രാമത്ത് ചിൽഡ്രൻസ് പാർക്കുണ്ട്, ഞങ്ങൾ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ എൻ്റെ മക്കൾ കളിക്കാനൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എൻ്റെ ഓരോ സംഭവത്തിൽ അങ്ങ് കയറി പോന്നു. ഞാനിങ്ങനെ നടന്നു വന്നുകൊണ്ട് ഈ ലക്ഷ്മി ശ്രീദേവി നായരും 2-3 സ്ത്രീകളുമായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്ന ഒരു ട്രെയിൻ പോലൊരു സാധനമുണ്ട്, ഇങ്ങനെ പിള്ളേർ കളിക്കുന്നത്. അതിനകത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ കൊണ്ട് ലക്ഷ്മി ഇല്ലത്. ഞാൻ അന്നേരം അപ്പം എന്നെ നോക്കി. അപ്പം ഞാൻ അന്നേരം ചുണ്ടുകൊണ്ട് ചോദിച്ചു, അപ്പം ലക്ഷ്മിയാണോ? അന്ന് കേട്ടോ പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് കുറച്ച് നേരം ഞങ്ങൾ ഇത് സംസാരിച്ചപ്പോൾ ഈ ലക്ഷ്മിയുടെ ഭർത്താവ് എന്ന് പറയുന്ന അശ്വിൻ, അയാൾ ഇങ്ങോട്ട് വന്നപ്പോൾ ലക്ഷ്മി അടുത്ത് ആരാന്ന് ചോദിച്ചു. അങ്ങനെ ലക്ഷ്മി എൻ്റെ ചേട്ടനാണെന്ന് പറഞ്ഞു. ചേട്ടനാണെന്ന് പറഞ്ഞു. അതായത് അശ്വിൻ എന്ന് പറയുന്ന ഭർത്താവിനോട് ചേട്ടനാണെന്ന് തന്നെ പരിചയപ്പെടുത്തിയത് അങ്ങനെ പറഞ്ഞു. ജയന്റെ മകൻ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, വല്യച്ഛന്റെ മകനാണെന്ന് എന്നെ പറയണം. അതാ പറഞ്ഞത്, അത് ഉറപ്പായ കാര്യം പറഞ്ഞില്ല, ചേട്ടനാണെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ കുറച്ചു നേരം സംസാരിച്ച് പറഞ്ഞു, മോളെ ഞാൻ പൊയ്ക്കോട്ടെ മോളെ, മക്കള് കളിക്കുന്നു പറഞ്ഞു. ഞാൻ തിരിച്ചപ്പോഴത്തെ അവര് തമ്മിൽ സംസാരിച്ചിട്ട് ഈ അശ്വിൻ എന്ന് പറഞ്ഞ ലക്ഷ്മി ശ്രീദേവി നായരുടെ ഭർത്താവ് അവിടം തൊട്ട് ഞാൻ എവിടെയൊക്കെ ആ പാർക്കിനകത്ത് എങ്ങോട്ടൊക്കെ പോകുന്നു എൻ്റെ പിന്നാലെ ഈ പുള്ളിക്കാരൻ വരുക. അപ്പൊ അന്നത്തെ എൻ്റെ ലുക്ക് ഇതൊന്നുമല്ല, ഇച്ചിരി കൂടെയൊക്കെ സ്റ്റൈലിഷ് ആണ്, സ്ട്രോച്ച് നല്ല ബോഡി കൊണ്ട് ഒരുപാടല്ല, നല്ല ചെറുപ്പപ്രായം. അപ്പം പുള്ളിക്കാരൻ ഞാൻ എവിടെയൊക്കെ പോകുന്നു അവിടെ വരും. എന്നിട്ട് പുള്ളിക്കാരൻ എന്നെ അങ്ങ് നോക്കും. ഞാൻ അവിടെ നിന്ന് മാറി വേറെ സ്ഥലത്ത് പോകുമ്പോൾ അവിടെ നോക്കും. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ വന്നു അവിടെ ഒരു തെയ്യം പോലെ ഒരു കളി ഒരു പ്രോഗ്രാം നടക്കുന്നു സ്റ്റേജിനകത്ത്. ഞാൻ അതിന്റെ മുമ്പിലുള്ള സ്റ്റെപ്പിൽ പോയിരുന്നപ്പോൾ ഈ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് നോക്കി എന്നെ നോക്കുക, ഈ അച്ഛൻ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാനിങ്ങനെ നോക്കുന്നുണ്ട്, പുള്ളി എന്നെ നോക്കുന്നു. അപ്പൊ നമ്മളങ്ങോട്ട് മിണ്ടാൻ പോകുന്നില്ല. കാര്യം ഈ പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചു കൊണ്ടുപോയ വീട്ടുകാർ ഇച്ചിരി സാമ്പത്തിക ശേഷിക്കുള്ള ഒരു വലിയ സ്റ്റാൻഡേർഡ് ഫാമിലിയാണെന്നാണ് എല്ലാവരും പറഞ്ഞ ഒരു അറിവ്. അപ്പൊ നമ്മളായിട്ട് ഇനി അദ്ദേഹത്തിനോട് ആ വ്യക്തിയോട് മിണ്ടുന്നുണ്ടല്ലോ നമ്മൾ. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ഒതുങ്ങും. അത് ഞങ്ങളുടെയൊക്കെ കുഞ്ഞു കാലത്തിൽ ഓടിട്ട വീട്ടുകാരൊക്കെ ഞങ്ങളുടെ വിചാരം വലിയ പണക്കാരാണ്. അപ്പൊ അതൊന്നും ഇല്ല. ഞങ്ങളൊക്കെ നമ്മുടെ ഒരു പലകപ്പഴയാണ്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഈ ഓട്ട വീട്ടിലുള്ള ആൾക്കാരോട് ഞാൻ അങ്ങോട്ട് സഹകരിക്കുന്നില്ല. അവരുടെ ലെവൽ ഇച്ചിരി വേറെ. അപ്പൊ ഈ പയ്യൻ എൻ്റെ കൂടെ മൊത്തം ഞാൻ അവിടെ നിന്ന് പോകുന്നിടം വരെ ഈ പയ്യൻ എൻ്റെ കൂടെ നടന്ന് എന്നെ ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ ഞങ്ങൾ അവിടെ പോയിരുന്ന കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ട് ഞാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് കാറ്റ് കഴിഞ്ഞ് ഞാൻ ഇനി പോരുന്നു. ഇതാണ് ലക്ഷ്മി ശ്രീദേവി നായരും ഞാനും തമ്മിലുള്ള ബന്ധങ്ങളിടയിലുള്ള അനുഭവങ്ങൾ മനസ്സിലായി. ആ പെൺകുച്ചാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറെ പറയാനുള്ള കാര്യം, ഈ പെൺകൊച്ചി ഇപ്പോൾ കൊടുത്ത് എനിക്കെതിരെ മുഖ്യമന്ത്രിക്ക് 2 പ്രാവശ്യം പരാതി കൊടുത്തു. ആ പരാതിയുടെ ഇത് എന്തെങ്കിലും കയ്യിലുണ്ടോ? അല്ല, അവര് കൊടുത്ത പരാതിയല്ലേ, എന്റെ ഇല്ലല്ലോ. ഇല്ല, അവര് മുഖ്യമന്ത്രിക്ക് കൊടുത്ത. അല്ല, ഞാൻ ചോദിക്കുന്ന മുഖ്യമന്ത്രിക്ക് മാത്രമേ പരാതി കൊടുത്തുള്ളൂ, പോലീസ് സ്റ്റേഷന് പരാതി കൊടുത്തോ? പരാതി എങ്ങും കൊടുത്തില്ല. പുള്ളി മുഖ്യമന്ത്രി ഇതുവരെ നിങ്ങൾ ആരും വിളിച്ചിട്ടില്ല, ബന്ധപ്പെട്ടിട്ടില്ല? പോലീസ് വിളിച്ചു. എന്താണ് പോലീസ് വിളിച്ചിട്ട് പറഞ്ഞത്? ആദ്യമേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, വേണ്ട, ജയൻ എന്ന് പറഞ്ഞ വ്യക്തിയെ അച്ഛനെ അങ്ങ് വിട്ടേക്കാം. അദ്ദേഹം എന്നെ കൊണ്ട് ഒരുപാട് പ്രശസ്തനാണ്. സോഷ്യൽ മീഡിയയിലൂടെ എന്നെ ആയിത്തിന്റെ കുടുംബക്കാര് കൂലിക്കാളിനെ വെച്ച് ജയൻ കലാ സാംസ്കാരിക വേദിയിലെ ആളുകളെല്ലാം കൂടി അപമാനിക്കുന്നു. കഴിഞ്ഞ 2016-17 16 മൂലം കണ്ടായി തുടങ്ങുന്ന ഈ പ്രശ്നം ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രശ്നമാണ്. 2001 നമ്മുടെ പത്രവാർത്ത വന്നു. അപ്പൊ ഇതെനിക്ക് ചില സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം. അസൈസ് അമ്മയൊക്കെ അനാവശ്യം പറഞ്ഞങ്ങ് എഴുതി തള്ളുവാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു, വേണ്ട, ജയൻ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പൂർണ്ണമായ ഒരു തീരുമാനം ഞാൻ എടുത്ത്, ഇനി ജയനും ഇല്ല, ജയന്റെ മകനും ഇല്ല, ഇനി മുതൽ അങ്ങനെ ഒരു സംസാരം വേണ്ട എന്നുള്ള രീതിയിൽ തീരുമാനമെടുത്തു. ഞാനങ്ങ് തീരുമാനത്തെ എനിക്ക് വേണ്ട. ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞാണ്, എന്നെ ഇതിനകത്ത് വിളിച്ചിറക്കുന്ന അച്ഛന്റെ ബന്ധുവാണ്, ഒരു ബൈജു എന്ന് പറഞ്ഞൊരു പത്രപ്രവർത്തകനും ഒരു ചന്ദ്രബാബു ചേട്ടനും കൂടിയാണ് എന്നെ ഇതിനകത്ത് വിളിച്ചിറക്കുന്നത്. പുള്ളി ഇങ്ങനെ ഇരുന്നാൽ പറയുന്നത്. അപ്പൊ ഞാൻ ഈ ഇവരുടെ ഈ അനാവശ്യം പറച്ചിൽ കാരണം ഞാൻ സ്വയം വിചാരിച്ച് വേണ്ട, എനിക്ക് കൈത്തൊഴിലറിയാം, എനിക്ക് 2 മക്കളെ കുടുംബമാണ്. അങ്ങനെ എൻ്റെ പുറശത്ത് അച്ഛന്റെ ഈ ഫോട്ടോ, ഏതാ ഈ ഫോട്ടോയിൽ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു, സോറി, ഞാൻ നിർത്തുവാണ്, ഞാൻ ഇനി അങ്ങയുടെ മകനാണെന്നും പറഞ്ഞു വന്ന് അങ്ങേ ഞാൻ
ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല, ഇതെൻ്റെ തീരുമാനമാണ് അന്ന് പറഞ്ഞിട്ട് അന്നേരം എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നടക്കും. ആ സമയത്ത് എനിക്ക് ടെൻഷൻ കാര്യം കണ്ടു. ഞാൻ പറഞ്ഞില്ല, ഇത് തീർക്കുകയാണ് ഞാൻ, ഇനി ഒരിക്കലും ഇദ്ദേഹത്തിൻ്റെ മകനാണെന്ന് പറഞ്ഞ് ഞാൻ അങ്ങേ ബുദ്ധിമുട്ടിക്കത്തില്ല എന്ന് ഞാൻ ഉറപ്പിച്ചിട്ട് ഞാൻ വന്ന് ദിവാങ്കോട്ട് അതിനകത്ത് ഇരുന്ന് കൈ ഇങ്ങനെ കെട്ടി കാലും നൂത്ത് TV ഇട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. ഇതിനെ ഞാൻ എവിടെയൊക്കെ എപ്പോഴൊക്കെ ഈ ഇദ്ദേഹത്തെ ഞാൻ ഒഴിവാക്കാൻ നോക്കുന്ന അന്നേരമല്ല എനിക്ക് വേറെ അനുഭവങ്ങളാണ് വരുന്നത്. അപ്പം ഒരു ഫോൺ കോൾ വന്ന് ഞാൻ ഫോൺ എടുത്ത് പറഞ്ഞ മുരളീധരനാണെന്ന് ചോദിച്ചു. അപ്പം ഇവർ കൊടുക്കുന്ന പരാതിയിൽ എന്നെ മുരളീധരൻ എന്നാണ് വെക്കുന്നത്. ഞാൻ പറഞ്ഞു അതെ, ഇത് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെന്താ അത് നിങ്ങളുടെ പേരിൽ ഒരു ലക്ഷ്മി ശ്രീദേവി നായർ ഒരു പരാതി തന്നിട്ടുണ്ട്, നാളെ ഇങ്ങോട്ടൊന്ന് വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ പിറ്റേന്ന് രാവിലെ ചെന്നപ്പോൾ ഒരു തേവലക്കര ഭാഗത്തുള്ള ഒരു ലേഡി പോലീസ് ഓഫീസറാണ്. അപ്പോൾ വാ ചേട്ടാന്നും പറഞ്ഞ് എന്നെ അകത്തോട്ട് വിളിച്ചിരുത്തിയത്. എന്ന് പറഞ്ഞ ചേട്ടാ ഇന്നലെ ഒരു പരാതി വന്നിട്ടുണ്ട്, മുഖ്യമന്ത്രിക്കാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു എന്താ എഴുതിക്കുന്നത്? അത് ചേട്ടൻ അവരുടെ വല്യച്ഛൻ്റെ പേരിൽ എന്താ മകനാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് എഴുതിക്കുന്നത്. ചേട്ടൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. പിന്നെ ഇത് ഇന്ന് വിളിച്ച കാര്യമാണോ പറയുന്നത്? ഒരു ആദ്യത്തെ പ്രാവശ്യം കൊടുത്തിട്ട് ആദ്യത്തെ പ്രാവശ്യം. അപ്പൊ ഞാൻ ഓക്കെ. അപ്പൊ എൻ്റെ അടുത്ത് ചേട്ടൻ പറഞ്ഞ ചേട്ടാ ഞങ്ങൾക്ക് ഇതിന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് അയക്കണം, ചേട്ടന്റെ കാര്യങ്ങളൊക്കെ പറയണം. അപ്പൊ ഞാൻ ചോദിച്ചു എനിക്കെതിരെ പരാതി തന്ന വ്യക്തി എന്ത്? അയ്യോ ചേട്ടാ അവരെ ഞങ്ങളെ വിളിച്ചു, അവർ മുങ്ങി. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത പാർട്ടി സ്റ്റേഷനിൽ വരുമ്പോൾ രണ്ടുപേരും വരണ്ടേ? പരാതിക്കാരനും വരണം, പ്രതി എന്ന് പറയുന്നത് ഞാനും പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചാൽ അവര് മുങ്ങി ചേട്ടാ, അവര് വന്നില്ല. അവരെ വിളിച്ചപ്പോൾ അവർ പറയാം ഞങ്ങൾ വേണമെങ്കിൽ ഫോണിലൂടെ മൊഴി തരാം, അല്ലാതെ സ്റ്റേഷനിൽ വരാൻ പറ്റില്ല, കാര്യം എൻ്റെ മുമ്പിൽ ഇതൊന്നും പ്രത്യക്ഷപ്പെടുത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അതാണ്. ഞാൻ പറഞ്ഞു മാഡം ഇത്രേ ഉള്ളൂ എന്തായാലും പറയുമ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ ചിരിച്ച് കാര്യങ്ങളൊക്കെ എഴുതിയെടുത്തിട്ട് പറഞ്ഞു ചേട്ടാ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്ന് പിറ്റേ ദിവസം കൊല്ലം ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷൻ, ഞാൻ ഇപ്പൊ താമസിക്കുന്ന സ്റ്റേഷന്റെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷൻ, ആ പോലീസ് സ്റ്റേഷൻ അപ്പുറത്തായിരുന്നു. ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചു. മുരളി ജയനാണോ മുരളീധരനെ കണ്ടു. ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ പേര്, മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തതിന്റെ ഒരു പകർപ്പ് കൊടുത്തിട്ടോ നിങ്ങളുടെ പേര്, ഇവിടം വരെ വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ലക്ഷ്മി ശ്രീദേവി നായിരുന്നു പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. ഞാൻ പറഞ്ഞു CA ഇല്ല, വൈകിട്ടൊരു 4 മണിയാകും വരാൻ, അന്നേരം ഒന്ന് വരണേ ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വന്നിരുന്നിരിക്കുന്നത് ഒരു 4:30 ആയപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വിളിച്ചു. അവർ വിളിക്കുന്നില്ല, വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞു ചേട്ടാ ഇനി വന്നോ, CA വന്നു പറയും. ഞാൻ നേരെ അവിടെ ചെന്നപ്പം പുള്ളിക്കാരൻ പറഞ്ഞു വാ ചേട്ടാന്ന് പറഞ്ഞ് CAയുടെ ഓഫീസിനകത്തോട്ട് കൊണ്ടുപോയി. അപ്പം CAയുടെ പേര് എന്നാണ്. അപ്പം എൻ്റെ അടുത്ത് CA പറഞ്ഞു ഇരിന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളവിടെ ഇരുന്ന് ഞാൻ പരാതി മേടിച്ചിട്ട് പുള്ളി പരാതിയെല്ലാം ഇങ്ങനെ വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു എന്തോ ഇത്. ഞാൻ സിനിമ നടൻ ജയൻ്റെ മകനാണ്. അങ്ങനെ അത് ഞാൻ നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞപ്പം അച്ഛൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞപ്പം ഈ ഒരു ബോധവും ഇല്ലാത്ത ഒരു പോലീസ് ഓഫീസർ അയാൾ പറയാ ജയന് പൈസ ഇല്ലെന്നും ഇവ എന്ത് ഈ പറയുന്നേ, ജയൻ ആരാണെന്നാ. അപ്പം ഞാനിങ്ങനെ നോക്കിയ ഇതെന്ത് ഈ പറയുന്നേ. അപ്പൊ ഇവനെ വിടാൻ പാടില്ല, ഇവനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിരിക്കണം. പോലീസ് എന്ന് പറയാ ആശുപത്രി പറയാ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം. ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഫുൾ ഡീറ്റെയിൽസ് ഇവനെ കിട്ടിക്കണം. അപ്പൊ ഞാനിങ്ങനെ നോക്കി എന്നിട്ട് പൊയ്ക്കോ ഇവിടത്തിൽ പറഞ്ഞില്ലേ. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ ആ സ്റ്റേഷൻ മുമ്പിലോട്ട് ഇറങ്ങിയിട്ട് മൊബൈൽ എടുത്തുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു ലൈവ് അങ്ങ് ഇട്ടു, ഇന്നപോലെ ഇന്ന വിഷയമായിട്ട്. അപ്പൊ എനിക്ക് വീണ്ടും വാശിയായി. നമ്മൾ ഒഴിഞ്ഞു മാറിയാണേ നമുക്ക് വാശിയായി. അങ്ങനെ വീണ്ടും ഞാൻ വാർത്ത യൂട്യൂബ് ചാനലിൽ ഇടാനായിട്ട് തുടങ്ങി. എന്നിട്ട് പോലീസുകാർ എന്നെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അന്ന് മോശമായിട്ട് വേറെ എന്തെങ്കിലും അനുഭവം ഉണ്ടായോ? മർദ്ദിക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ മോശത്തേറി വാക്കുകളൊന്നും ഈ വാക്കുകൾ പറഞ്ഞു. എന്നിട്ട് പിന്നെ ഇവരെന്നെ കുറിച്ച് ഭയങ്കര അന്വേഷണം. ഇവരെ അന്വേഷിക്കുമ്പോൾ എല്ലാം നമ്മുടെ ആൾക്കാരോട്ട് അന്വേഷിക്കുന്നത് ആയിട്ട് ബന്ധപ്പെട്ടല്ലേ. അവരെല്ലാരും പറയുന്നത് ഞങ്ങൾക്ക് കുഞ്ഞിലെ മുതലേ അറിയാവുന്ന സാറേ ഇത് ജയന്റെ മകനായിട്ടാണ്, അങ്ങനെ തന്നെയാണ് വളർന്നു വന്നത്, അവരുടെ അമ്മ അവരുടെ വീട്ടിൽ നിന്നതും കാര്യങ്ങളൊക്കെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്. അപ്പൊ ഞാൻ വെച്ചൊരു കാര്യം ചെയ്യാം, എന്നെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ വിവരാവകാശം നമുക്ക് മേടിക്കാമല്ലോ. അങ്ങനെ ഞാൻ ശക്തമംഗലം പൊസിഷനെ കൊണ്ട് എൻ്റെ ഒരു വിവരാവകാശത്തിന് അപേക്ഷ കൊടുത്തു. ഇന്നിപ്പം 2025 നവംബർ മാസമായി. ഇത്രയും വർഷമായിട്ട് ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് വിവരാവകാശ സർട്ടിഫിക്കറ്റ് തരൂല, അവർ തരൂല. ഇതെന്തായി കേസ് എന്നറിയാൻ വേണ്ടിയുള്ള വിവരാവകാശം കൊടുത്തിട്ട് എന്നെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ആവശ്യമാണല്ലോ. ഞാൻ അതിന്റെ പറയുന്നത് ഇപ്പൊ ഇത്ര വർഷമായെന്നറിയോ, 2021 കൊടുത്തതാ. ഇത്രയും ദിവസമായിട്ട് ഇത്രയും വർഷമായിട്ട് എനിക്ക് അവര് ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിലെ ഒരു വനിതാ പോലീസ് ഓഫീസർ ഇത് കൈകാര്യം ചെയ്ത വ്യക്തി അത് തരത്തില്ല. ഞാൻ കയറി അല്ല, വിവരാവകാശ നിയമപ്രകാരം ഒരു പൗരന് തൻ്റെതായിട്ടുള്ള രേഖകൾ കാണണമെന്നുള്ള
ആവശ്യം ഉന്നയിച്ചാൽ അത് കാണിക്കുക എന്നുള്ളതല്ലേ നിയമം? 30 ദിവസത്തിന് അപേക്ഷ കൊടുത്താൽ 30 ദിവസത്തിനുള്ളിൽ അത് കൊടുത്തിരിക്കണമെന്നല്ലേ നിയമം? 2021 ഇപ്പൊ എത്ര 25 4 വർഷമായി. ഞാൻ കയറി ഇറങ്ങി കുഴഞ്ഞ് അങ്ങനെ പല ആൾക്കാരും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് തിരുവനന്തപുരത്ത് വിവരാവകാശം ഉണ്ട്, അവിടെ കൊണ്ടുവന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ട്രിവാണ്ടത്ത് കൊണ്ട് അപേക്ഷ കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് അവർക്ക് ഈ പോലീസ് സ്റ്റേഷനിലും എനിക്കും ഒരു ലെറ്റർ വന്നു. അപ്പോൾ അവരുടെ അടുത്ത് കൊടുക്കുന്നത് ഇത്ര ദിവസത്തിനാകുമ്പോൾ ഇതിന്റെ റിപ്പോർട്ട് ട്രിവാണ്ടത്ത് ഇവർ ഹാജരാക്കണം എന്ന് പറഞ്ഞു. ഉടനെ ഈ ലേഡി പോലീസ് ഓഫീസർ എന്നെ വിളിച്ച്, എൻ്റെ പൊന്നു സഹോദര, ഞാനൊരു കൊച്ചു കുടുംബമായിട്ട് താമസിക്കുന്നതാണ്, എന്നെ ഉപദ്രവിക്കല്ലേ, എൻ്റെ ജോലി പോകും, ദൈവത്തെ ഓർത്ത് ചേട്ടാ സഹോദര ഇത് പ്രശ്നമാക്കല്ലേ. അപ്പം ഞാൻ പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, എനിക്ക് എൻ്റെ അവകാശമില്ലേ. അയ്യോ ചേട്ടാ, ഞാൻ സുഹൃത്തെ എന്താ സഹോദര, ഞാൻ എന്താ എഴുതി തരണ്ടേ, ജയന്റെ മകനാണെന്ന് എഴുതി തരണം. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങൾ അങ്ങനെ എഴുതി തരണ്ട, എന്താണ് എന്നെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് കിട്ടിയത് അത് എനിക്ക് കിട്ടണം. അതിന് ജയന്റെ മകനാണോ അല്ലയോ? അല്ല, അതൊരു ന്യായമായ ഒരു വ്യക്തിയുടെ ആവശ്യമാണ്. അതിൽ കൃത്യമായിട്ട് പോലീസ് അല്ലെങ്കിൽ നിയമ സംവിധാനത്തിൽ ഇരിക്കുന്ന വ്യക്തികൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം അല്ലെങ്കിൽ വിവരാവകാശ രേഖ തന്നെ കൊടുക്കാനുള്ള ഇത് കാണിക്കണം. അതല്ലേ എൻ്റെ ഒരു മര്യാദ. അതായത് ഒരു വ്യക്തിക്ക് നേരെ ഒരു പരാതി അല്ലെങ്കിൽ ഒരു അലിഗേഷൻ ഉണ്ടാവുന്നു, അലിഗേഷൻ്റെ പേരിൽ പോലീസ് വിളിച്ചു വരുത്തുന്നു, മോശമായിട്ട് പെരുമാറുന്നു, ഇവനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ചാൽ എടുക്കണമെന്ന്, എന്താ പോലീസിൻ്റെ പേര് എന്ന് പറയുന്ന പോലീസ് ഉത്തരവിടുന്നു. ഉത്തരവിട്ടതിന് ശേഷം ഇദ്ദേഹത്തെക്കുറിച്ച് എന്താണ് അറിഞ്ഞതെന്ന് വിവരാവകാശ നിയമപ്രകാരം ഇദ്ദേഹം അന്വേഷിച്ചിട്ട് ഇതുവരെ കൊടുക്കാത്തൊരു സാഹചര്യം വരിക എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ നോക്കിയാലും ഒരു നിയമപരമായിട്ട് സാധ്യതയുള്ളൊരു കാര്യമല്ല. അത് കൊടുക്കേണ്ടത് ഉത്തരവാദിത്തമാണ്. തെറ്റാണ്. അത് കഴിഞ്ഞിട്ട് ഈ ലെറ്റർ വന്നു, ഇവരിങ്ങനെ എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പം ഞാനും വിചാരിച്ച അപ്പോൾ ഇവർ എന്നെ തോന്നിയ ഞാൻ ജയന്റെ മോനാണെന്ന് എന്താ എഴുതിത്തരണ്ട, ജയന്റെ മോനാണെന്ന് എഴുതിത്തരണോ, ഞാൻ എഴുതിത്തരാം. ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ വേണ്ട, എന്താണ് എന്നെ കുറിച്ച് അറിഞ്ഞാൽ എനിക്ക് തരണം. പോലീസ് ഉദ്യോഗസ്ഥ അങ്ങനെ ചോദിച്ചല്ലേ, ജയന്റെ മോനാണെന്ന് എഴുതിത്തരണോ, എന്താണ് ഞാൻ എഴുതിത്തരണ്ടേ, എന്താണെങ്കിലും എഴുതിത്തരാം, അവർക്ക് ഇവരുടെ ജോലി സംരക്ഷിക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒന്നും എഴുതിത്തരണ്ട, എന്താണ് എന്നെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. അന്നേരം ഈ സോമനേര മോനാണ് ഇവൻ, ജയന്റെ മോനല്ലെന്നും പറഞ്ഞ് അന്നേരം പണ്ട് 16-17 കറവക്കാരന്റെ മകനാണ് ഇവൻ, ആ കുടുംബം, അങ്ങനെയൊക്കെ പല വീഡിയോസ് വരുന്നുണ്ട്. അപ്പം ഞാൻ എനിക്ക് കിടന്നു പറഞ്ഞു, അപ്പോൾ സോമനാര മോനാണെങ്കിൽ അത് അല്ല, ജയന്റെ മോനാണെങ്കിൽ നിങ്ങൾ എനിക്ക് വിവരാശം തന്നെ, എനിക്ക് അത്യാവശ്യം അത് തരാം. അതിന്റെ അന്വേഷിച്ച പോലീസ് തന്നെ ഇല്ല, ശബരിമല ഡ്യൂട്ടി ഇതേപോലെ സീസണാണ്, ശബരിമല സീസണാണ്. ശബരിമല ഡ്യൂട്ടിക്ക് പോയിരിക്കാണ്, നാളെ വരും, മറ്റന്നാൾ വരുന്നു പറഞ്ഞ് ഇത്രയും ദിവസത്തിൽ ഈ ട്രിവാണ്ടത്ത് നിന്നുള്ള ലെറ്റർ പോയിട്ട് പോലും അവര് അത് അവിടെ കൊടുത്തിട്ടില്ല. പല പ്രാവശ്യം ഞാൻ അവരെ വിളിച്ചു, ഇവര് കൊടുക്കത്തേയില്ല, ഇവര് ബ്ലോക്കാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ അച്ഛൻ. പക്ഷേ ഇവർക്ക് കൊടുത്തു. ലക്ഷ്മി ശ്രീദേവി നായർ കൊടുത്ത പരാതിയുടെ ഇതിൽ എന്നെ കുറിച്ചുള്ള അന്വേഷണം എന്നും പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് ലക്ഷ്മി ശ്രീദേവി നായർ കൊടുത്തിട്ടുണ്ട്. അതിൽ പോലീസുകാർ പറയുന്നു, ഈ വ്യക്തിയെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇത് ജയന്റെ മകനാണെന്നൊന്നും ഇവിടെങ്ങും ആരും പറയുന്നില്ല. എൻ്റെ അടുത്ത് എല്ലാവരും പറയുന്നത് ഞങ്ങളുടെ കുറിച്ച് ഞങ്ങൾ കളിക്കൂട്ടായിരുന്നു, അങ്ങനെ പല ആൾക്കാരും ഞങ്ങൾക്ക് അറിയാതെ നിന്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. ഇവര് പോലീസുകാർ പറഞ്ഞ് ഇയാളെ കുറിച്ച് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും പറയുന്നില്ല. ഇയാള് പിന്നെ എന്താ രേഖ, അവർക്ക് കൊടുത്ത രേഖ എന്താ നിങ്ങൾക്ക് തരാത്തത്? അത് എന്നോട് വെച്ചാൽ എനിക്ക് പറയാം, സർക്കാരിന് തീരുമാനമില്ലേ, പോലീസിന്റെ കയ്യിരിപ്പില്ല. ഒന്നുമല്ല, ഒരു പൗരന്റെ അവകാശമാണ് വിവരാവകാശ രേഖ പ്രകാരം ഒരു കാര്യം മേടിക്കാന്നുള്ളത്. എനിക്ക് അത് തന്നാൽ വിവരം അറിയും പോലീസ്. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ അവർക്ക് കൊടുക്കുന്ന ഇതിനകത്ത് റിപ്പോർട്ടിനകത്ത് കൊടുത്തിരുന്നത് ഇയാള് ജയന്റെ അന്വേഷണം, ഇയാളെ കുറിച്ചല്ല അന്വേഷണത്തിൽ, ഇയാള് ജയന്റെ മകനൊന്നുമില്ല, ഇയാൾ ആവശ്യമില്ലാത്ത ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്, ഇയാൾക്ക് മാനസിക രോഗം ഉണ്ടെന്നുള്ള അങ്ങനെ എന്തോ ഒരു വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഏതോ ഒരു 500-ാം വകുപ്പ് നടത്തിയത്, അത് ഞാൻ ഇതിനകത്തുണ്ട്. വകുപ്പ് പ്രകാരം ഞങ്ങൾക്ക് അത് അതിന്റെ ഇതുണ്ടോ, നിങ്ങളുടെ കയ്യിൽ കിടപ്പുണ്ടോ? അതിനകത്ത് ഇരിപ്പുണ്ടോ, ഒന്ന് കാണിച്ചേ.